എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരാൻ പോകുന്ന നോൺ വൊക്കേഷണൽ HSST മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ സെറ്റ് എക്സാമിനും വേണ്ടി നമ്മൾ ടോപ്പോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. ഇതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ 5 ക്വസ്റ്റ്യൻ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അബ്സ്ട്രാക്ട് ഓളജിബ്രയിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ടോപ്പോളജിയിലെ സെപ്പറേഷൻ ആക്സിയംസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് ചാനലിൽ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്താലും നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കാണാനായിട്ട് പറ്റും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പേസ് ആർ അല്ലെങ്കിൽ ഈസ് T1? ഈ പറയുന്നതിൽ T1 സ്പേസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ T1 സ്പേസ് എന്താണെന്ന് നമുക്ക് അറിയണം. നമുക്ക് പറയാം: ഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസ്, കോഫൈനൈറ്റ് ടോപ്പോളജിക്കൽ സ്പേസ്, ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സ്. ഇതിൽ ഏതാണ് T1 സ്പേസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നത് 2 ഓൺലി, ഓപ്ഷൻ ബിയിൽ പറയുന്നത് 1 and 3 ഓൺലി, ഓപ്ഷൻ സിയിൽ പറയുന്നത് 2 and 3 ഓൺലി, ഓപ്ഷൻ ഡിയിൽ പറയുന്നത് 1 and 2 ഓൺലി. ഏതാണ് ഇവിടുത്തെ T1 സ്പേസ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ശരിക്കും ഓപ്ഷൻ ഡി ആണ്, 1 and 2 ഓൺലി. ഇനി എന്താണ് T1 സ്പേസ് എന്നുള്ളത് നോക്കാം നമുക്ക്. T1 സ്പേസ് എന്ന് പറഞ്ഞാൽ 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റുകൾ നിങ്ങൾ ഒരു ടോപ്പോളജിക്കൽ സ്പേസിൽ നിന്നും സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ 2 ഡിസ്റ്റിങ്ക്റ്റ് സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഓപ്പൺ സെറ്റുകൾ, ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറയുന്നില്ല, 2 ഓപ്പൺ സെറ്റുകൾ ആ ടോപ്പോളജിയിൽ എക്സിസ്റ്റ് ചെയ്യണം, കണ്ടെയ്നിങ് വൺ ഓഫ് ദ പോയിന്റ് ഇൻ വൺ സെറ്റ്. ഒരു ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് യുവിൽ കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ വൈ എന്ന് പറഞ്ഞ എലമെന്റ് വിയിൽ കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. ഇനി എക്സ് വിയിൽ ഉണ്ടാവില്ല, അതുപോലെ തന്നെ വൈ എവിടെ ഉണ്ടാവും, ബിയിൽ ഉണ്ടാവും. അതാണ് അതിന്റെ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സിസ്റ്റ് ടു ബി T1 സ്പേസ് അല്ലെങ്കിൽ T1 ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നു പറയണമെങ്കിൽ ഫോർ എവറി ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എക്സ് ആൻഡ് വൈ there exist open sets containing x but not y, another open set containing y but not x. That is, for xy belongs to x, there exist open set g and h such that x belongs to g and y does not belongs to g, and x does not belongs to h and y does not y belongs to h. അങ്ങനെയുള്ള സെറ്റുകൾ, അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഓപ്പൺ സെറ്റുകൾ, എക്സ് ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ്, വൈ ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ്, ഡിസ്റ്റിങ്ക്റ്റ് ആവണം എന്ന് പറഞ്ഞിട്ടില്ല, ജിയും എച്ചും. ഇങ്ങനെ 2 ഓപ്പൺ സെറ്റുകൾ നിങ്ങൾക്ക് ഈ ടോപ്പോളജിക്കൽ സ്പേസിൽ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് സ്പേസ് ഈസ് T1 അല്ലെ. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസ് T1 ആണോ എന്നാണ്. ഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസ് T1 ആണോ എന്നാണ് ചോദിക്കുന്നത്. ഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസ് T1 ആണ്. എന്തുകൊണ്ടാണ്? അതിനകത്ത് ഇപ്പോൾ ഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസിനകത്ത് ആരൊക്കെയാണ് ഉണ്ടാവുക? അപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു സെറ്റ് നമ്മൾ ചൂസ് ചെയ്യാണ്, എ ബി എന്ന് പറഞ്ഞ സെറ്റ് ചൂസ് ചെയ്യാണ്. അതിന്റെ ഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് പവർ സെറ്റ് ടോപ്പോളജി ആണ് അല്ലെ. എക്സ് ഉണ്ടാവും, ഫൈ ഉണ്ടാവും, പിന്നെ സെറ്റ് എ ഉണ്ടാവും, സെറ്റ് ബി ഉണ്ടാവും, എല്ലാ സബ്സെറ്റ്സ് ഓഫ് എക്സും ഉണ്ടാവും. അപ്പൊ ഇതാണ് ഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഏത് 2 പോയിന്റ്സ് ചൂസ് ചെയ്താലും, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏത് 2 പോയിന്റ്സ് ചൂസ് ചെയ്താലും, ഇവിടെ ആകെ 2 പോയിന്റ്സ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, എ ആൻഡ് ബി. അവിടെ എ ബിലോങ്സ് ടു സെറ്റ് എ എന്ന് പറയാം, അപ്പോൾ ബി ഡസ് നോട്ട് ബിലോങ്സ് ടു സെറ്റ് എ ആണ്. അതുപോലെ തന്നെ ബി ബിലോങ്സ് ടു സെറ്റ് ബി എന്ന് പറയാം, ആൻഡ് ബി ഡസ് നോട്ട് ബിലോങ്സ് ടു എ ഡസ് നോട്ട് ബിലോങ്സ് ടു സെറ്റ് ബി അല്ലെ. എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന 2 ഓപ്പൺ സെറ്റുകൾ നമുക്ക് അവിടെ പറയാൻ പറ്റും. ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ 2 ഓപ്പൺ സെറ്റുകൾ ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് എല്ലാ ഡിസ്ക്രീറ്റ് സ്പേസുകൾക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതുകൊണ്ട് അത് കണ്ടെയ്ൻ ചെയ്യുന്ന സിംഗിൾട്ടൺ സെറ്റുകളൊക്കെ ഇതിലുണ്ടാവും, ഈ ഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസിൽ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസ് ഓൾവേസ് എന്താണ്? T1 ആണ്. ഇതേപോലെ തന്നെയാണ് കോഫൈനൈറ്റ് ടോപ്പോളജിക്കൽ സ്പേസും. കോഫൈനൈറ്റ് ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ആ ടോപ്പോളജിക്കകത്ത് ഉണ്ടാവുന്നത് കളക്ഷൻ എ such that A is a subset of X and A complement is finite. A complement എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും അല്ലെ. എ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആയിട്ട് വരുന്ന എലമെന്റുകളാണ് ഈ ഒരു ടോപ്പോളജിക്കകത്ത് ഉണ്ടാവുക. അങ്ങനെയുള്ള അതാണ് കോഫൈനൈറ്റ് ടോപ്പോളജി എന്ന് പറയുക. അതും ഒബിയസ്ലി എന്ത് സ്പേസ് ആണ്? T1 സ്പേസ് ആണ്. ഏത് 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റുകൾ നിങ്ങൾ ചൂസ് ചെയ്താലും അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റുകളോടെ എക്സിസ്റ്റ് ചെയ്യും. ഇനി ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സ്, 2 എലമെന്റ്സ് എങ്കിലുള്ള അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സ് ഉള്ള ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസ്. ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ സെറ്റിലകത്ത് നിങ്ങൾ തന്നെ എടുത്തോളൂ, അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സ് പറയുമ്പോൾ നമുക്ക് എ ബി തന്നെ ചൂസ് ചെയ്യാം.
അതിനകത്ത് ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ആരാണ് ഉണ്ടാവുക? 5 ഉണ്ടാവും, x ഉണ്ടാവും. ക്യാൻ യു ഫൈൻഡ് 2 ഓപ്പൺ സെറ്റ്സ് കണ്ടെയ്നിങ് 1 ആൻഡ് ഡസൻ കണ്ടെയ്ൻസ് ദ അതർ? അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇപ്പൊ എ ബി ആണ് രണ്ട് എലമെന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ആകെയുള്ള ഓപ്പൺ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എക്സ് ആണ്. ആ ഓപ്പൺ സെറ്റിൽ ആരെയും കണ്ടെയ്ൻ ചെയ്യും? ബീനെയും കണ്ടെയ്ൻ ചെയ്യും അല്ലെ? അതുകൊണ്ട് ഇവിടെ രണ്ട് ഓപ്പൺ സെറ്റുകൾ നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടെയ്നിങ് 1 ഡസൻ കണ്ടെയ്ൻസ് ദ അതർ അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സ് എന്തല്ല? T1 സ്പേസ് അല്ല. അപ്പോൾ ഓപ്ഷൻ 1 ആൻഡ് 2 ആണ് ഇവിടെ ട്രൂ ആയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. T1 സ്പേസിന്റെ ഡെഫിനിഷൻ മറക്കരുത്. T1 സ്പേസ് ആവാനുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചു പോകണം. അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? താഴെ പറയുന്നതിൽ ഏതാണ് ട്രൂ അല്ലാത്തത് എന്നാണ് ചോദ്യം. എവറി T1 സ്പേസ് ഇസ് T0. എവറി സബ്സ്പേസ് of a T1 space is T1. A topological space at T1 is T1 if and only if each of its finite subsets is closed. Every two-point co-countable topological space is not T1. ഇതിൽ ഏതാണ് ട്രൂ ആയിട്ട്? T1 എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഏത് രണ്ട് പോയിന്റുകൾ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പൺ സെറ്റുകൾ എക്സിസ്റ്റ് ചെയ്യുക. കണ്ടെയ്നിങ് 1 ഡസൻ കണ്ടെയ്ൻസ് ദ അതർ ആൻഡ് അതർ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് 1 ഡസൻ കണ്ടെയ്ൻസ് ദ അതർ. അതാണ് T1 സ്പേസ് എന്ന് പറയുന്നത് അല്ലെ? T1 സ്പേസ് ഒക്കെ എന്താണ്? T2 സ്പേസ് T0 സ്പേസ് ആണ്. ഓക്കെ, എല്ലാ T1 സ്പേസുകളും എന്താണ്? T0 സ്പേസുകളാണ്. അപ്പൊ ഇത് ട്രൂ ആണ്. T0 സ്പേസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അതാണ് രണ്ട് എലമെന്റുകൾ നമ്മൾ എക്സിൽ നിന്നും ചൂസ് ചെയ്യുകയാണെങ്കിൽ, ടോപ്പോളജിക്കൽ സ്പേസിൽ നിന്നും രണ്ട് എലമെന്റുകൾ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഡസൻ കണ്ടെയ്ൻസ് ദ അതർ. അത് അടുത്തത് കണ്ടെയ്ൻ ചെയ്യാത്ത ഏതെങ്കിലും ഒന്ന് കണ്ടെയ്ൻ ചെയ്യുക, രണ്ടും വേണ്ട, ഏതെങ്കിലും ഒന്ന് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് അറ്റ്ലീസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? T0 സ്പേസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്ന ഓപ്പൺ സെറ്റുകളാണ് T1 സ്പേസിലുള്ളത്. അപ്പോൾ ഒബിയസ്ലി അത് T1 സ്പേസ് ഒക്കെ എന്താണ്? T0 സ്പേസ് ആണ് അല്ലെ? T1 സ്പേസ് ഒക്കെ നമുക്ക് എന്തായിട്ട് പറയാം? T0 സ്പേസ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ എവറി സബ്സ്പേസ് ഓഫ് എ T1 സ്പേസ് ഇസ് T1. എല്ലാ T1 സ്പേസിന്റെ എല്ലാ സബ്സ്പേസുകളും എന്തായിട്ട് പറയാം? T1 ആയിട്ട് പറയാം. ബിക്കോസ് T1 എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി എന്ത് പ്രോപ്പർട്ടിയാണ്? ഒരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു പ്രോപ്പർട്ടി അതിന്റെ എല്ലാ സബ്സെറ്റുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, അപ്പൊ T1 സ്പേസിന്റെ സബ്സ്പേസ് ഒക്കെ എന്താണ്? T1 സ്പേസ് ആണ്. കാരണം T1 സ്പേസിന്റെ ആണ് സബ്സ്പേസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് എലമെന്റുകൾ പറയുമ്പോൾ അതിന്റെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ T1 സ്പേസ് ഒക്കെ എന്താണ്? സബ്സ്പേസ് ഓഫ് T1 സ്പേസ് ഒക്കെ T1 സ്പേസ് തന്നെയാണെന്ന് പഠിക്കുക. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ശരിയാണ്. ഇനി ടോപ്പോളജിക്കൽ സ്പേസസ് T1 if and only if each of its finite subset is closed. എല്ലാ ഫൈനൈറ്റ് സബ്സെറ്റുകളും എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. ഒരു ടോപ്പോളജിക്കൽ സ്പേസ് T1 ആണെങ്കിൽ അതിലെ എല്ലാ ഫൈനൈറ്റ് സബ്സെറ്റ്സും എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. അത് ടോപ്പോളജിക്കൽ T1 സ്പേസിന്റെ ഒരു ഡെഫിനിഷൻ പോലെയുള്ള ഒരു ക്രൈറ്റീരിയയും കൂടെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ടോപ്പോളജിക്കൽ സ്പേസസ് T1 if and only if each of its finite subset is closed. എല്ലാ ഫൈനൈറ്റ് സബ്സെറ്റുകളും ക്ലോസ്ഡ് ആയിരിക്കണം. ഇനി അത് ഡിസ്ക്രീറ്റ് കേസ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന XABC ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ലാ സിംഗിൾട്ടൺ സെറ്റും എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സിംഗിൾട്ടൺ സെറ്റും ക്ലോസ്ഡ് ആയിരിക്കണം കേട്ടോ. അതും ശ്രദ്ധിച്ചോളൂ. ഇനി എവറി 2-point co-countable topological space is not T1. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എവറി ടു പോയിന്റ് രണ്ട് പോയിന്റുള്ള co-countable topological space. എന്താണ് co-countable topological space എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് A such that A is a subset of X and A complement is countable. A complement എന്തായാൽ മതി? കൗണ്ടബിൾ ആയാൽ മതി. അതിനെയാണ് നമ്മൾ co-countable topological space എന്ന് പറയാം. എല്ലാ co-countable topological സ്പേസും എന്താണ്? T1 ആണ് അല്ലെ? എല്ലാ co-countable topological സ്പേസും T1 ആണ്. ഇവിടെ T1 അല്ല എന്നാണ് ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. അപ്പൊ അതാണ് ഇവിടുത്തെ നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. എല്ലാ co-countable topological സ്പേസും എല്ലാ കോഫൈനൈറ്റ് ടോപ്പോളജിക്കൽ സ്പേസും ഒക്കെ എല്ലാ ഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസും ഒക്കെ എന്താണ്? T1 ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇൻഡിസ്ക്രീറ്റ് അല്ല എന്നുള്ളതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ഇതിൽ തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ടുള്ളത്? എവറി റെഗുലർ സ്പേസ് ഇസ് T1. ദ പ്രോപ്പർട്ടി ഓഫ് ബീങ് എ റെഗുലർ സ്പേസ് ഇസ് ഹെറിഡിറ്ററി. അതായത് എല്ലാ റെഗുലർ സ്പേസും T1 ആണെന്നും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് റെഗുലർ സ്പേസ് എന്ന് പറയുന്ന ഒരു റെഗുലാരിറ്റി എന്ന് പറഞ്ഞ ഒരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. അതായത് സബ്സെറ്റ് ഓഫ് എ റെഗുലർ സ്പേസ് ഇസ് റെഗുലർ എന്നും ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ ഓപ്ഷൻ നോക്കൂ. ഓൺലി 1 is true, only 2 is true, both 1 and 2 are true,
neither 1 nor 2 is true. ഇത് ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? റെഗുലർ സ്പേസ് എല്ലാം എന്താവണം എന്ന് നിർബന്ധമില്ല, T1 ആവണം എന്ന് നിർബന്ധമില്ല. റെഗുലർ സ്പേസ് ഒരു റെഗുലർ സ്പേസിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരിക. ഓൺലി 2 ആണ് ഇവിടെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി എന്താണ് റെഗുലർ സ്പേസ് എന്നുള്ളത് നോക്കൂ. ഒരു സ്പേസ് റെഗുലർ ആണെന്ന് പറയണമെങ്കിൽ അറ്റ് പോയിന്റ്, ഒരു പോയിന്റിൽ റെഗുലർ ആണെന്ന് പറയണമെങ്കിൽ ഫോർ എവറി ക്ലോസ്ഡ് സെറ്റ് സി ഓഫ് എക്സ് നോട്ട് കണ്ടെയ്നിങ് എക്സ്, എക്സ് കണ്ടെയ്ൻ ചെയ്യാത്ത, എക്സിലാണ് നമ്മൾ റെഗുലാരിറ്റി പറയുന്നത്, എക്സ് കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ there should exist two disjoint open sets. രണ്ട് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ യുവും വിയും എക്സിസ്റ്റ് ചെയ്യണം such that x is contained in u and c is a subset of v. അതായത് ഒരു പോയിന്റും ആ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് സെറ്റും നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് എൻറ്റിറ്റീസും, ഒരു പോയിന്റും ആ ക്ലോസ്ഡ് സെറ്റും കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകൾ ആ ഒരു ടോപ്പോളജിക്കൽ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആ പോയിന്റിൽ റെഗുലർ സ്പേസ് ആണ് നമ്മൾ പറയുക. ഇനി ഒരു സ്പേസ്, ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എപ്പോഴാണ് റെഗുലർ ആണെന്ന് പറയുന്നത്? എല്ലാ പോയിന്റിലും അത് റെഗുലർ ആണെങ്കിൽ ആ ടോപ്പോളജിക്കൽ സ്പേസ് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? റെഗുലർ സ്പേസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ക്ലിയർ ആണ്? ഇനി എല്ലാ റെഗുലർ സ്പേസുകളും എന്തല്ല? T1 സ്പേസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുവേണ്ടി ഞാനൊരു കൗണ്ടർ എക്സാമ്പിൾ ഞാൻ പറയാം. എക്സ് എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ്. ആൻഡ് ഇതിന്റെ ടോപ്പോളജി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് 5x സെറ്റ് എ സെറ്റ് BC ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ടോപ്പോളജി എന്ന് വിചാരിക്കൂ. ഇതൊരു റെഗുലർ സ്പേസ് ആണെന്ന് നമുക്ക് പറയണം. എങ്ങനെയാണ് റെഗുലർ സ്പേസ് ആണെന്ന് പറയാം? ഏതൊരു പോയിന്റ് നിങ്ങൾ ചൂസ് ചെയ്യാം, എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ചൂസ് ചെയ്തോളൂ, എ ബിലോങ്സ് ടു എക്സ് ചൂസ് ചെയ്തോളൂ, ആൻഡ് എ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് സെറ്റും നിങ്ങൾ എടുക്കുക. ഇതിനകത്ത് ക്ലോസ്ഡ് സെറ്റ്സ് ഏതൊക്കെയാണ് വരിക? ക്ലോസ്ഡ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണ്. 5യുടെ കോംപ്ലിമെന്റ് എക്സ് ഉണ്ടാവും, എക്സിന്റെ കോംപ്ലിമെന്റ് 5 ഉണ്ടാവും, എയുടെ കോംപ്ലിമെന്റ് BC ഉണ്ടാവും അല്ലെ, ആൻഡ് BCയുടെ കോംപ്ലിമെന്റ് എ ഉണ്ടാവും. അപ്പൊ ഈ കാണുന്നത് തന്നെയാണ് ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഓപ്പൺ സെറ്റും ക്ലോസ്ഡ് സെറ്റ് ഒക്കെ ഒന്ന് തന്നെ. അപ്പൊ എക്സ് ബിലോങ്സ് ടു എ നമ്മൾ ചൂസ് ചെയ്തു. ഇനി എ കണ്ടെയ്ൻ എ ബിലോങ്സ് ടു എക്സ് നമ്മൾ ചൂസ് ചെയ്തു. എ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയുന്നത് ഏത് നമുക്ക് മാത്രമേ എടുക്കാനുള്ളൂ? BC മാത്രമേ എടുക്കാനുള്ളൂ. ഇനി ഇത് രണ്ടും കറസ്പോണ്ടിങ് ആയിട്ട് എ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റും BC സബ്സെറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സെറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. എ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ആയിട്ട് ആരുണ്ട്? എ ഉണ്ട്, സെറ്റ് എ ഉണ്ട്. അതുപോലെ തന്നെ BC കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ആയിട്ട് ആരുണ്ട്? BC സെറ്റ് BC ഉണ്ട് അല്ലെ. അപ്പൊ ഇത് എ ആൻഡ് BC എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും അതുപോലെ തന്നെ അത് കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് സെറ്റിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും ചൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും നോക്കി നോക്കിയേ. ഇപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമ്മൾ എക്സിൽ നിന്ന് ചൂസ് ചെയ്ത് വിചാരിക്കും. ബി കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റ് ആയിട്ട് നമുക്ക് ആരെ എടുക്കാൻ പറ്റും? എനെയാണ് എടുക്കാൻ പറ്റുക അല്ലെ. അപ്പൊ ബി കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ആയിട്ട് നമുക്ക് ആരെ കിട്ടും? BCനെ കിട്ടും. അതുപോലെ തന്നെ എ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ആയിട്ട് നമുക്ക് ആരെയും കിട്ടും? എനെയും കിട്ടും. ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ സി ഓൾസോ. അപ്പൊ ഈ ഒരു സ്പേസ് എന്താണ്? റെഗുലർ ആണ് എന്ന് നമുക്ക് പറയാം. ദിസ് വൺ ഇസ് എ റെഗുലർ സ്പേസ്. പക്ഷേ ഇതെന്തല്ല? ദിസ് ഇസ് നോട്ട് T1. ഇത് T1 അല്ല. T1 ആവണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്ലോസ്ഡ് സെറ്റുകളും അല്ലെങ്കിൽ എല്ലാ സിംഗിൾട്ടൺ സെറ്റുകളും എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. എല്ലാ സിംഗിൾട്ടൺ സെറ്റുകളും every singleton set is closed in T1 space. T1 സ്പേസിൽ എല്ലാ സിംഗിൾട്ടൺ സെറ്റുകളും എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള സിംഗിൾട്ടൺ സെറ്റ് എ മാത്രമേ ഉള്ളൂ. സെറ്റ് ബി ഉണ്ട് ക്ലോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ് ആയിട്ട്. സെറ്റ് സി ഉണ്ട്, ആർ നോട്ട് ക്ലോസ്ഡ്. ഇത് രണ്ടും എന്തല്ല? നോട്ട് ക്ലോസ്ഡ് ഇൻ എക്സ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് നോട്ട് T1 ആണ് നമുക്ക് പറയാം. അപ്പോൾ എവറി റെഗുലർ സ്പേസ് നീഡ് നോട്ട് ബി T1 എന്ന് പഠിച്ചോളൂ കേട്ടോ. എവറി റെഗുലർ സ്പേസ് നീഡ് നോട്ട് ബി T1. അപ്പൊ അത് തെറ്റാണ്. ഇനി ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. റെഗുലാരിറ്റി എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടിയാണ്? ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. അതായത് നമുക്ക് ഏതൊരു റെഗുലർ സ്പേസിന്റെ സബ് സ്പേസ് എടുത്താലും എന്ത് തന്നെയായിരിക്കും? അത് റെഗുലർ സ്പേസ് തന്നെയായിരിക്കും. അതിന്റെ പ്രൂഫ് ഒന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ അവൈലബിൾ ആണ് അതിന്റെ പ്രൂഫ്. ഏതൊരു റെഗുലർ സ്പേസിന്റെ സബ് സ്പേസ് എടുത്താലും അതെന്താണ്? റെഗുലർ സ്പേസ് ആണ്. Therefore regularity is a hereditary property. ഇവിടെ ഓൺലി ബി ആണ് അല്ലെങ്കിൽ ഓൺലി 2 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ? താഴെ പറയുന്ന 3 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്, അതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ദ പ്രോപ്പർട്ടി ഓഫ് ബീങ് T1 space is topological. The property of being Hausdorff space is topological. The property of being regular space is topological. എന്താണ് ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി? അതാണ് നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി. ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി എന്താണ് ഈ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്. ഒരു സ്പേസിനോട് ഹോമിയോമോർഫിക് ആയിട്ടുള്ള സ്പേസ് അതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഒരു എക്സ് ടി എന്ന് പറഞ്ഞൊരു ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് വിചാരിക്കും. ഓക്കെ, ആ എക്സ് ടി എക്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, റെഗുലാരിറ്റി ആവാം, അല്ലെങ്കിൽ നോർമാലിറ്റി ആവാം, അല്ലെങ്കിൽ ടി നോട്ട് സ്പേസിന്റെ പ്രോപ്പർട്ടി ആവാം, ഏത് വേണമെങ്കിലും ആവാം. അത് ഒരു പി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഈ എക്സിനോട് ഹോമിയോമോർഫിക് ആയിട്ടുള്ള ഒരു സ്പേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, വൈ. ഹോമിയോമോർഫിക് ആണ്. എന്താണ് ഹോമിയോമോർഫിക് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഹോമിയോമോർഫിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് വൈ എന്ന് വിചാരിക്കൂ. ഇറ്റ് ഹാസ് എ ടോപ്പോളജി വൈ ടി വൈ. ഓക്കെ, അപ്പോൾ ഈ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ആയിട്ടുള്ള പി അതിനോട് ഹോമിയോമോർഫിക് ആയിട്ടുള്ള വൈയും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ പി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ന് പറയാ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, അപ്പൊ T1 സ്പേസ് എന്ന് പറഞ്ഞ ആ പ്രോപ്പർട്ടി T1 ആവുക, ഒരു സ്പേസ് T1 ആവുക എന്നുള്ള പ്രോപ്പർട്ടി ഒരു സ്പേസ് T2 ആവുക. T2 എന്ന് വെച്ചാൽ ഹോസ്ഡോഫ് സ്പേസ് കേട്ടോ. ഹോസ്ഡോഫ് സ്പേസ് എന്താണ് ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. T2 സ്പേസ് ആവുക ആൻഡ് റെഗുലർ സ്പേസ് ആവുക എന്നുള്ളതൊക്കെ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി ആണോ എന്നാണ് ചോദിക്കുന്നത്. T1 ആണെങ്കിൽ അതിനോട് ഹോമിയോമോർഫിക് ആയിട്ടുള്ള വേറെ സ്പേസും T1 ആയിരിക്കുമോ? T2 ആണെങ്കിൽ, T2 എന്ന് വെച്ചാൽ ഹോസ്റ്റ് ഓഫ് ആണെങ്കിൽ അതിനോട് ഹോമിയോമോർഫിക് ആയിട്ടുള്ള സ്പേസും ഹോമിയോമോർഫിക് ആണോ, മീൻസ് T2 സ്പേസ് ആണോ? റെഗുലർ ആണെങ്കിൽ അതിനോട് ഹോമിയോമോർഫിക് ആയിട്ടുള്ള സ്പേസും റെഗുലർ ആണോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇത്? എല്ലാം ട്രൂ ആണ് അല്ലെ? ഇതെല്ലാം ട്രൂ ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും നമുക്കിവിടെ ട്രൂ ആയിട്ട് പറയാം. കാരണം എല്ലാ പ്രോപ്പർട്ടിയും എന്ത് തന്നെയാണ്? ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആർ ട്രൂ. ഇതിൽ കാണുന്ന എല്ലാ പ്രോപ്പർട്ടീസും എന്താണ്? ട്രൂ ആണ്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. T1 എന്താണെന്ന് നമ്മൾ പറഞ്ഞു, റെഗുലർ എന്താന്ന് പറഞ്ഞു. ഇനി T2 എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ആ T2ന്റെ സ്പേസിന്റെ കേസ് ഒന്നും നിങ്ങൾ നോക്കി വെച്ചോളൂ. ഹോസ്ഡോഫ് സ്പേസ് അല്ലെങ്കിൽ T2 സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ T1നെക്കാളും ഒരു അഡീഷണൽ കണ്ടീഷനും കൂടെ കൊടുക്കും. അതായത് രണ്ട് എലമെന്റുകൾ, ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള രണ്ട് എലമെന്റുകൾ എക്സും വൈയും നമ്മൾ സെലക്ട് ചെയ്യും. ദർ ഷുഡ് എക്സിസ്റ്റ് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സ് നമ്മൾ പറയും. ഇവിടെ രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള, അപ്പൊ എക്സ് ഒരു പോയിന്റ് വൈ ഒരു പോയിന്റ് ആണെങ്കിൽ അത് രണ്ടും കണ്ടെയ്ൻ ചെയ്യുന്ന ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ തന്നെ എവിടെ എക്സിസ്റ്റ് ചെയ്യണം? ടോപ്പോളജിക്കൽ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യണം, കണ്ടെയ്നിങ് ദീസ് ടു പോയിന്റ്സ്. അങ്ങനെയാണെങ്കിലാണ് ഈ സ്പേസിനെ നമ്മൾ T2 സ്പേസ് അല്ലെങ്കിൽ ഹോസ്ഡോഫ് സ്പേസ് എന്ന് പറയാം. അങ്ങനെ ഹോസ്ഡോഫ് സ്പേസിന്റെ പ്രോപ്പർട്ടിയും ആ പ്രോപ്പർട്ടിയും എന്താണ്? ഒരു ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടിയാണ് എന്ന് പഠിക്കുക. അപ്പൊ എല്ലാ പ്രോപ്പർട്ടീസും T1 സ്പേസ്, ഹോസ്ഡോഫ് സ്പേസ്, റെഗുലാരിറ്റി, ഇതൊക്കെ എന്താണ്? ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഹോമിയോമോർഫിസം എന്ന് പറഞ്ഞാൽ? നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ടേം ആണ് ഹോമിയോമോർഫിസം. ഹോമിയോമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സ്പേസുകൾ ഹോമിയോമോർഫിക് ആണെന്ന് പറയണമെങ്കിൽ ആ രണ്ട് സ്പേസുകൾക്കിടയിൽ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം, എഫ്, വിച്ച് ഇസ് ബൈജക്റ്റീവ്. അതായത് 1 ആയിരിക്കണം, 2 ആയിരിക്കണം. അത് മാത്രമല്ല എഫും എഫ് ഇൻവേഴ്സും എന്തായിരിക്കണം? കണ്ടിന്യൂസും ആയിരിക്കണം. എഫും എഫ് ഇൻവേഴ്സും കണ്ടിന്യൂസും ആയിരിക്കണം. അങ്ങനെയുള്ള സ്പേസുകളെയാണ് നമ്മൾ ഹോമിയോമോർഫിക് സ്പേസുകൾ എന്ന് പറയാം. ഇവിടെ എക്സും വൈയും ഹോമിയോമോർഫിക് ആണെന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് -1, 1 എന്ന് പറഞ്ഞ ഇന്റർവെല്ലും 6 എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സും എന്താണെന്ന് പറയാം? ഹോമിയോമോർഫിക് ആണെന്ന് പറയാം കേട്ടോ. അതിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യണം. ദർ ഷുഡ് എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ഫ്രം -1 ടു, നിങ്ങൾ എങ്ങനെ എടുത്താൽ മതി, tan x ഈക്വൽ ടു f of x ഈക്വൽ ടു tan x pi x by 2 എടുത്താൽ മതി. tan pi x by 2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 1, 1 on 2 കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ, ഇൻവേഴ്സും കണ്ടിന്യൂസ് ആണെന്നൊക്കെ പറയാം. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം. അതൊരു എന്താണ്? 1, 1 on 2 ഫംഗ്ഷൻ ആണ്, ഇൻവേഴ്സും ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഹോമിയോമോർഫിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സ്പേസിന്റെ ഒരു പ്രോപ്പർട്ടി അതിനോട് ഹോമിയോമോർഫിക് ആയിട്ടുള്ള എല്ലാ സ്പേസുകൾക്കും കിട്ടുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയെ നമ്മൾ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയും. T1 സ്പേസ്, T2 സ്പേസ്, റെഗുലർ സ്പേസ് എന്നൊക്കെ പറയുന്ന ഇതിന്റെ ഈ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആക്സിയംസ് ഒക്കെ എന്താണ്? ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് എന്ന് പഠിക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? താഴെ കാണുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. എവറി ഫൈനൈറ്റ് T1 സ്പേസ് ഈസ് എ ഡിസ്ക്രീറ്റ് സ്പേസ്. എല്ലാ ഫൈനൈറ്റ് T1 സ്പേസും ഒരു ഡിസ്ക്രീറ്റ് സ്പേസ് ആണ്.
A finite subset of a T1 space has accumulation points. A finite subset of T1 space has accumulation points. Then every open set containing an accumulation point P of a subset A of a T1 space X contains infinite number of uh, points of A. Infinite number of points of A. And all of this. ഇതെല്ലാം ഇൻകറക്റ്റ് ആണ്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കുക, ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത് എന്താണ്? എവറി ഫൈനൈറ്റഡ് T1 സ്പേസസ് ഡിസ്ക്രീറ്റ് എന്ന് വെച്ചാൽ എന്താ? എല്ലാ ഫൈനൈറ്റ് T1 സ്പേസും ഡിസ്ക്രീറ്റ് ആണ്. ഇപ്പൊ എക്സ് ഒരു ഫൈനൈറ്റ് T1 സ്പേസ് ആണെന്ന് വിചാരിക്കും. ഇത് ഫൈനൈറ്റ് ആണ്, T1 സ്പേസ് ആണ്. ഓക്കെ, ഫൈനൈറ്റ് ആൻഡ് T1 ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന എല്ലാ സിംഗിൾട്ടൺ സെറ്റുകളും എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. എല്ലാ സിംഗിൾട്ടൺ സെറ്റുകളും ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ ഫൈനൈറ്റ് സെറ്റുകളും ഓപ്പൺ ആയിരിക്കും അല്ലെ. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയേണ്ട, ഫൈനൈറ്റ് സെറ്റുകളും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് T1 ഒരു എക്സ് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ അതിന്റെ സബ് സ്പേസുകളൊക്കെ എന്താണ്? ഫൈനൈറ്റ് സെറ്റുകളാണ് അല്ലെ. അപ്പൊ ഫൈനൈറ്റ് സെറ്റുകളൊക്കെ ഓപ്പൺ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സെറ്റുകളും എല്ലാ സബ്സെറ്റ്സും ഇൻക്ലൂഡ് ചെയ്യും അല്ലെ. ടോപ്പോളജി കണ്ടെയ്ൻസ് all subsets of x. എക്സിന്റെ സബ്സെറ്റ്സ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യും. ദാറ്റ് മീൻസ് അതെന്താണ്? എല്ലാ സബ്സെറ്റ്സും കണ്ടെയ്ൻ ചെയ്യുന്ന ടോപ്പോളജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്ന് പറയാം. ഡിസ്ക്രീറ്റ് ടോപ്പോളജി. അപ്പോൾ ഒരു ഫൈനൈറ്റ് T1 സ്പേസ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഡിസ്ക്രീറ്റ് സ്പേസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ആൻസർ അല്ല, നമ്മുടെ ആൻസർ അല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, A is a subset of a T1 space. Okay, a finite subset of a T1 space has accumulation points. അതിന് എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? ലിമിറ്റ് പോയിന്റ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ലിമിറ്റ് പോയിന്റ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ T1 സ്പേസ്, ഇപ്പോൾ ഒരു എക്സ് ടി എന്ന് പറഞ്ഞൊരു T1 സ്പേസ് എന്ന് വിചാരിക്കും. ഈസ് എ T1 സ്പേസ്. എക്സ് ടി എന്ന് പറഞ്ഞൊരു T1 സ്പേസ് ഉണ്ട്. അതിനകത്തൊരു ഫൈനൈറ്റ് സബ്സെറ്റ് നമ്മൾ ചൂസ് ചെയ്യാണ്, കണ്ടെയ്നിങ് A1 A2 etc. an elements. Subset of x. X ന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, ദെൻ അപ്പോൾ എക്സിന്റെ ഒരു സബ്സെറ്റ് ആണ്, എക്സ് T1 ആണ്. ഫൈനൈറ്റ് സെറ്റ് ഒക്കെ എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ. ഫൈനൈറ്റ് സെറ്റ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും, ശരിയല്ലേ? ഫൈനൈറ്റ് സബ്സെറ്റ് ആണ്, അത് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന സ്പേസ് എന്താണ്? ഫൈനൈറ്റ് ആണ്, ക്ലോസ്ഡ് ആണ് അല്ലെ. ഇറ്റ് ഇസ് ഫൈനൈറ്റ് ആൻഡ് ക്ലോസ്ഡ്. ഓക്കെ, അപ്പോ എന്ത് നമുക്ക് പറയാൻ പറ്റും? ഒരു ഫൈനൈറ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ലിമിറ്റ് പോയിന്റ്സ് അല്ലെ. അപ്പൊ എ കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ലിമിറ്റ് പോയിന്റ്സ്. എക്ക് അതിന്റെ എല്ലാ ലിമിറ്റ് പോയിന്റ്സും കണ്ടെയ്ൻ ചെയ്യും എന്ന് നമുക്ക് പറയാം, ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ചൂസ് ചെയ്യാണ്. ഇപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ വേറൊരു സെറ്റ് ചൂസ് ചെയ്യാണ്, A2 എക്സെട്ര AN. ഒരു എലമെന്റ്സ് കുറച്ചിട്ട് ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എക്സ്. ഇതെന്താണ്? ഫൈനൈറ്റ് ആണ്, ക്ലോസ്ഡ് ആണ് അല്ലെ. ഫൈനൈറ്റ് ആയിരിക്കും. ഫൈനൈറ്റ് സെറ്റ് ഒക്കെ T1 സ്പേസിലായതുകൊണ്ട് എന്താണ്? ക്ലോസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. ഫൈനൈറ്റ് ആണ്, ക്ലോസ്ഡ് ആണെന്ന് പറയാം. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കുമല്ലോ അല്ലെ. ഈ ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആയിരിക്കും. അതായത് A2 എക്സെട്ര AN എന്ന് പറഞ്ഞ സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? A1 കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഇസ് ഓപ്പൺ, ശരിയല്ലേ? അതെന്താണ് വരിക? ഓപ്പൺ സെറ്റ് ആയിട്ട് നമുക്ക് പറയാം. കാരണം A2 A3 എക്സെട്ര AN-നകത്ത് നമ്മൾ എന്തെടുത്തിട്ടില്ല? A1 ചൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ A1 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് നമുക്ക് ഇവിടെ കിട്ടി അല്ലെ. A1 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് കിട്ടി, വിച്ച് കണ്ടെയ്ൻസ് അല്ലെങ്കിൽ വിച്ച് ഡസന്റ് കണ്ടെയ്ൻസ് no points of A other than A1. എയിലുള്ള മറ്റൊരു പോയിന്റുകളും A അല്ലാതെ മറ്റൊരു പോയിന്റ്, A1 അല്ലാതെ മറ്റൊരു പോയിന്റും ഏതിലില്ല? ഈ ഒരു ഓപ്പൺ സെറ്റിൽ ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ എന്തായിട്ട് പറയാൻ പറ്റും? A എന്ന് പറഞ്ഞത് ഒരു ലിമിറ്റ് പോയിന്റ് അല്ല എന്ന് പറയേണ്ടി വരും അല്ലെ. ദാറ്റ് ഇംപ്ലൈസ് A1 ഈസ് നോട്ട് എ ലിമിറ്റ് പോയിന്റ്. നോട്ട് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എയുടെ ഒരു ലിമിറ്റ് പോയിന്റ് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ പറഞ്ഞത് എന്താണ്? എ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ക്ലോസ്ഡ് സെറ്റ് ആണ്. എ കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ലിമിറ്റ് പോയിന്റ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ A1 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഇപ്പൊ നമുക്ക് എന്തായിട്ട് കിട്ടി? എയുടെ ലിമിറ്റ് പോയിന്റ് അല്ല എന്ന് കിട്ടി അല്ലെ.
അപ്പോൾ ഇതുപോലെ സിമിലർലി നമുക്ക് എന്ത് പറയാം, എയിലുള്ള ഒരു എലമെന്റും എയുടെ ലിമിറ്റ് പോയിന്റ് അല്ല എന്ന് പറയാം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് തെറ്റായിരിക്കും? എ ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് T1 സ്പേസ് ഹാസ് എൻ അക്യുമുലേഷൻ പോയിന്റ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും നമ്മൾ പറയേണ്ടത്? എ ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് T1 സ്പേസ് ഹാസ് നോ അക്യുമുലേഷൻ പോയിന്റ്, നോ ലിമിറ്റ് പോയിന്റ്സ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, നോ അക്യുമുലേഷൻ പോയിന്റ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരിക. ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ ടോപ്പോളജിക്കൽ T1 സ്പേസ് ഹാസ് നോ അക്യുമുലേഷൻ പോയിന്റ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. എ ശരിയാണ്, പിന്നെ ബാക്കിയുള്ളൊന്നും ശരിയാവാൻ വഴിയില്ല അല്ലെ. ഇനി അടുത്ത പോയിന്റ് നോക്കി നോക്കുക. അപ്പൊ ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കൂടി ഇവിടെ ഉണ്ട്, അതും നിങ്ങൾ പഠിച്ചോളൂ. എവറി ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എൻ അക്യുമുലേഷൻ പോയിന്റ് ഓഫ് പി of a subset A of a topological of a T1 space, X contains an infinite number of points of A. Finite number of points of A അല്ല, X contains infinite number of points of A. ഇതാണ് റിസൾട്ട് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എവറി ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ആൻ അക്യുമുലേഷൻ പോയിന്റ്, ഒരു അക്യുമുലേഷൻ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഓപ്പൺ സെറ്റുകളും ഓഫ് ഓപ്പൺ സെറ്റ് പിയുടെ അക്യുമുലേഷൻ പോയിന്റ്, പി എന്ന് പറഞ്ഞ അക്യുമുലേഷൻ പോയിന്റ് ഓഫ് എ സബ്സെറ്റ് എ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഓപ്പൺ സെറ്റുകളും T1 സ്പേസിന്റെ ആണെങ്കിൽ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് എ. അതിൽ എന്തുണ്ടാവും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് എ ഉണ്ടാവും. ഓക്കെ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. എൻ്റെ പ്രൂഫ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. പ്രൂഫിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് റിസൾട്ടുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ആ റിസൾട്ടുകൾ കൃത്യമായിട്ട് നോക്കുക. ഇതുപോലെ ട്രൂ, വാട്ട് ഇസ് ട്രൂ, വിച്ച് ഇസ് കറക്റ്റ്, വിച്ച് ഇസ് നോട്ട് ട്രൂ, ഇൻകറക്റ്റ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്രോപ്പർട്ടീസ് ഒക്കെ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക, എക്സാമ്പിൾസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.